മെഹബൂബുൽ ബാഖിയ മുഹയ്യുദ്ദീൻ ശൈഖിയ ബഗ്ദാദിൽ മൺമറഞ്ഞൊലിയേ മഹാരാജനിധിയേ മറയാത്ത മണിയേ ഷാഹിദ് അബ്ദുൽ ഖാദിർ ഒലിയേ. പിന്നെ മനസ്സിന് തീരെ മറക്കാൻ പറ്റാത്തൊരു സംഗതിയുണ്ട് കുട്ടിയെ. എന്താണ്? പിന്നെ ഞങ്ങളെ കൊളത്തൂര് ഒരു വീട്ടിൽ പോയിരുന്നു. ഒരു ഉമ്മ പിന്നെ സ്ട്രോക്ക് വന്നിട്ട് വലിയൊരു അനക്കൊന്നുമില്ല, വലിയതെന്ന് പറഞ്ഞാൽ അനക്കല്ല, ഇങ്ങനെ കിടക്കാണ്. അപ്പൊ ഞാൻ അതിന്റെ തലയ്ക്കാൻ പുറത്ത് അവിടെ പോയിരുന്നിട്ടേ എന്റെ പാട്ടുണ്ടായിരുന്നു അഭിനബി മുത്തിന്റെ മണവാട്ടി, അത് ഞാൻ പാടി. പണ്ഡിതയും പരമോന്നതയും പരിശുദ്ധത പൂത്തൊരു പുണ്യവതി ഞാനെന്ന ബേസിന്റെ നീലിമയിൽ വെള്ളിത്താരമായി ശോഭിച്ച ജ്ഞാനവതി വാണ ഖലീഫകൾ തേടി നസീഹത്തിനായവർ പ്രാപിച്ച മകൾ ഭവതി അഭിനബി മുത്തിന്റെ മണവാട്ടി. മോനോട് പറയണ ആ പാട്ട് പാടിപ്പ അതിന്റെ കൈ ഇങ്ങനെയാണ് ആ കട്ടിൽമില്, അതിന്റെ ആ ചെറുവിരലൊക്കെ ഇങ്ങനെ അപ്പൊ എനിക്ക് ഭയങ്കര എന്താ പറയാ വല്ലാത്തൊരു അത്ഭുതം. ഹായ്, അപ്പോൾ ഞാനെന്നുള്ളത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിക്കടുത്ത് കൊണ്ടോട്ടി കുന്നുമ്മൽ എന്ന സ്ഥലത്താണ് കേട്ടോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കാലത്ത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ മാപ്പിളപ്പാട്ടിനൊക്കെ നേതൃത്വം കൊടുത്തിരുന്ന കുറച്ച് ആളുകൾ, നമ്മൾ കുറേ ആൾക്കാരെ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അതിൽപ്പെട്ട ഒരു എന്താ പറയുക നല്ലൊരു കലാകാരി, നമ്മളെല്ലാവരും കണ്ട് പരിചയമല്ല കേട്ട് പരിചയമല്ല, നമ്മുടെ സ്വന്തം ജയഭാരതി ചേച്ചിട്ടോ. അതായത് നമ്മുടെ അഭിനബി മുത്തിൻ്റെ മണവാട്ടി എന്ന് പറയുന്ന ആ പാട്ട് പ്രവാസികൾ ഏറെ ഏറ്റെടുത്ത നല്ലൊരു ഗാനമായിരുന്നു അത്. അപ്പോൾ ആ ഗാനം പാടി ഹിറ്റാക്കിയ നമ്മുടെ സ്വന്തം മലപ്പുറത്തിൻ്റെ പഴയ വാനമ്പാടി. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എന്തൊക്കെ വിശേഷം? നല്ലത് മോനെ, ഭംഗിയായിട്ട് സുഖമായിട്ട് പോകുന്നുണ്ട്. ഇന്നിപ്പോ എന്താ നല്ല ഒരു അടിപൊളി ഡ്രസ്സിലൊക്കെയാണല്ലോ നിൽക്കുന്നത്. ഇന്ന് എനിക്ക് മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് മരുന്ന് വാങ്ങിക്കാണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ട്. ഓക്കെ, ഏതായാലും ഇതാണ് കേട്ടോ. ഒരുപാട് ആൾക്കാർ നമ്മൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു അല്ലേ, മുമ്പൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അന്ന് നമ്മൾ പറഞ്ഞിരുന്നു ചേച്ചി നമ്മൾ വീണ്ടും കാണാൻ വരും എന്നുള്ളത്. അപ്പോൾ അത് കുറേ ആൾക്കാർ നമ്മൾ വീണ്ടും കമൻറ്റിലൂടെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കുക. പക്ഷേ റമദാൻ മാസം നമ്മൾ കാണാൻ വേണ്ടി ശ്രമിച്ചു, പക്ഷെ ഞാൻ തിരക്കായതുകൊണ്ട് ചേച്ചിയെ കാണാൻ പറ്റില്ല. അപ്പോൾ ചേച്ചി കുറേ ആളുകൾ മെയിനായിട്ട് പ്രവാസികൾ ചേച്ചിയെ കാണാനും ചേച്ചിയുടെ വിശേഷങ്ങൾ അറിയാനും ഒരുപാട് പേര് കാത്തിരിപ്പുണ്ട്. ഇപ്പോൾ നിലവിൽ ചേച്ചി എങ്ങനെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ മോനപ്പോൾ വീട്ടിൽ വെറുതെ ഒതുങ്ങിയിരിക്കലില്ല. ഓക്കെ, എൻ്റെ വീട് കൊണ്ടോട്ടി ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ അടുത്ത് കുന്നുമ്മൽ എന്നറിയും. ഓക്കെ, അപ്പോൾ അതിലുണ്ട് പരിരക്ഷ ഹോം കെയർ. അതായത് വീടുകളിൽ സുഖമില്ലാതെ കിടക്കണ രോഗികളെ അടുത്തേക്ക് ഒരു ലൈല സിസ്റ്റർ ഉണ്ട്, ലൈലാബി അറിയാം, ഒരു സിസ്റ്ററും ഒരു ആശാ വർക്കർ, ഞങ്ങളെ വണ്ടിയിലെ ഡ്രൈവർ ബഷീർക്ക. അപ്പം ഞാൻ വളണ്ടിയറായിട്ട് പോകും. അങ്ങനെ രാവിലെ ഒരു 9 മണിക്കൊക്കെ പോയാൽ ഞങ്ങളൊരു 4:30-5 മണിയാകുമ്പോഴേക്ക് തിരിച്ചെത്തും. അപ്പോൾ ഇവരോടൊക്കെ ഒന്ന് കുശലം പറഞ്ഞ്, കാരണം ചിലത് തീരെ സുഖമില്ലാതെ എണീക്കാൻ പോലും വയ്യാത്ത ആളുകളായിരിക്കും. അപ്പം അവരുടെ അടുത്തൊന്ന് പോയിരുന്ന് കുശലം പറഞ്ഞ് മാപ്പിള പാട്ടുകളൊക്കെ പാടി കൊടുക്കുമ്പോൾ അവർക്ക് മനസ്സിന് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അതിൽ ഞാനൊരു സന്തോഷം പിന്നെ കാണുന്നുണ്ട്. അങ്ങനെ പോവുകയാണ്. അതായത് ഇങ്ങനെ വയ്യാത്ത രോഗികൾക്ക് സന്തോഷം നൽകിയിട്ട് ജീവിക്കാം അല്ലേ? നിങ്ങൾക്ക് സന്തോഷം സന്തോഷമാണ്. ഓക്കെ, മാത്രമല്ല ചേച്ചിയുടെ ജീവിതം ഇപ്പം എങ്ങനെ പോകണം? അതായത് അതിപ്പം നമ്മൾ സോഷ്യൽ വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നല്ല കാര്യമാണ്. ചേച്ചി എങ്ങനെ ജീവിക്കണം? ഇപ്പം പാട്ടുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടോ? ഇപ്പം ആരും ചേച്ചിയെ ഒരു വീഡിയോസ് ഒന്നും കാണാറില്ല, അതാ ചോദിക്കാൻ കാരണം. കാരണം ഇത്രയും നല്ല പാട്ട് പാടി അറിയപ്പെട്ടിട്ടും എന്തുകൊണ്ടാണ് ചേച്ചി പിന്നെ അങ്ങനെ വരാതിരുന്നത്? എന്തുകൊണ്ടാണ്? എനിക്കൊന്നും ഇപ്പോൾ സ്റ്റേജ് പരിപാടി കിട്ടൂലല്ലോ. ഇപ്പോൾ നല്ല വളർന്നു വരുന്ന കുട്ടികൾ പാടാണ്ടല്ലോ. അപ്പോൾ വല്ലപ്പോഴും ആരെങ്കിലും ഒന്ന് വിളിക്കാന്നല്ലാതെ, കാരണം പിന്നെ അതില് പ്രായം കഴിഞ്ഞിട്ടുണ്ട്, ആരും കുറ്റപ്പെടുത്തിയല്ല, ജീവിതം അങ്ങനെ പോകുന്നുണ്ട് മോനെ. പ്രായം കഴിഞ്ഞു എന്ന് പറഞ്ഞത് ഒരു ശരിയല്ല. നമ്മളെ ജാനകി ചേച്ചിക്ക് അതൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പം സിറ്റിന പ്രോഗ്രാമുകൾ കുറവാണല്ലേ? കുറവാണ്. ഓക്കെ, നിലവിൽ നമുക്കറിയാം ഒരുപാട് വൈറലായിട്ടുള്ള ആൾക്കാർ ഈ പ്രായത്തിലും നല്ലപോലെ സ്റ്റേജ് പ്രോഗ്രാം അതോടൊപ്പം തന്നെ മീഡിയ പ്രോഗ്രാമൊക്കെ കിട്ടി പോകുന്നുണ്ട്. ചേച്ചിനെ മാത്രം ആരും വിളിക്കുന്നില്ല എന്നാണ് എൻ്റെ ഒരു പരാതി. അപ്പോൾ ഞാൻ ചേച്ചിൻ്റെ നമ്പറൊക്കെ ലാസ്റ്റ് വീഡിയോ താഴെ കൊടുക്കാം. പ്രോഗ്രാം ഉണ്ടെങ്കിൽ എന്തായാലും വിളിച്ചിരിക്കണം. നമ്മളെ കൊണ്ടോട്ടിയുടെ സ്വന്തം വാനമ്പാടിയാണ്. അപ്പോൾ ഇന്ന് ഫസ്റ്റ് ആയിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് ചേച്ചി ഏത് പാട്ടാ ഫസ്റ്റ് പാട്ടാ മോന് പറയാ ഏതാ വേണ്ടത്? അഹദത്തിലാക്കിയാലോ? ആയിക്കോട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് ചേച്ചിയുടെ ആ ഒരു എനർജിക്ക് ശബ്ദത്തിൽ ആ ഫസ്റ്റ് പാട്ട് കേൾക്കാം കേട്ടോ. അഹദത്തിലെ അലിഫ് അലിഫ് ലാം മഗമിയം അലിഫാക്ഷരഫരുൾ ബിസ്മിൽ
അലിഫില മഗമിയം അലിഫാക്ഷര ഫറുൽ ബിസ്മില്ല അരിമ കലൈ കുത്തുബനുദിനം ഖുർആനിൽ അളകൂറ്റല കുറി ബിസ്മില്ല ബഹ്റ ഖുർആനിൽ ഫറുൽ മുളു തടകിനെ വരിശക്കടൽ പതി ബിസ്മില്ല ബദറ ഫട കൊടു കവിന്നുവൽ മദിൻ മുതൽ ബരിബത്തബു തതി ബിസ്മില്ല വഹദ തളകിയ മാറുത്തബ് തറുത്തമേ വളർപ്പെറ്റൊരു തിരു ബിസ്മില്ല വഹിദ തൊയിലിയൽ അഖില മുഖമരമേ വയ്യ തിരുമൊളി ബിസ്മില്ല. അടിപൊളി ചേച്ചി കയ്യെന്ന് കാണിച്ചാണ് സൂപ്പർ ആയിട്ടുണ്ട്. കാരണം ഈ ശബ്ദം ഉണ്ടല്ലോ ഇപ്പോഴും ചേച്ചിക്ക് നല്ല അടിപൊളി ശബ്ദമാണ് കേട്ടോ. ഇടയ്ക്ക് ചെറുതായിട്ട് പോകുന്നുണ്ട്, പ്രാക്ടീസ് ചെയ്യാത്തതിന്റെ പ്രശ്നമാണ്. ഒരുപാട് രോഗികളെ പോയി കണ്ടു, ഒരുപാട് രോഗികൾക്ക് പാട്ട് പാടി കൊടുത്തു. മറക്കാനാവാത്ത എന്തെങ്കിലും ഒരു ഫീലിങ്സ് ചേച്ചിക്ക് ഇതിലുണ്ടായിട്ടുണ്ടോ? മറക്കാനാവാത്തുണ്ട്. പിന്നെ മനസ്സിന് തീരെ മറക്കാൻ പറ്റാത്ത ഒരു സംഗതി ഉണ്ട് കുട്ടിയെ. എന്താണ്? പിന്നെ ഞങ്ങളെ കൊളത്തൂര് ഒരു വീട്ടിൽ പോയിരുന്നു. ഒരു ഉമ്മ പിന്നെ സ്ട്രോക്ക് വന്നിട്ട് വലിയൊരു അനക്കൊന്നുമില്ല, വലിയതെന്ന് പറഞ്ഞാൽ അനക്കല്ല, ഇങ്ങനെ കിടക്കാണ്. അപ്പൊ ഞാൻ അതിന്റെ തലയ്ക്കാൻ പുറത്ത് അവിടെ പോയിരുന്നിട്ടേ എന്റെ പാട്ടുണ്ടായിരുന്നു അഭിനവി മുത്തിന്റെ മണവാട്ടി, അത് ഞാൻ പാടി. അപ്പൊ ഞങ്ങളെ സിസ്റ്ററും പിന്നെ അവരെ മോനും പേരക്കുട്ടിയും ഞങ്ങളെ പിന്നെ ബഷീറാക്ക ഡ്രൈവർ റോമാകേറിന്റെ ആളായാള് അയാളൊക്കെ ഉണ്ട്. മോനോട് പറയുന്ന ആ പാട്ട് പാടിപ്പോ അതിന്റെ കൈ ഇങ്ങനെയാണ് ആ കട്ടിൽമില്, അതിന്റെ ആ ചെറുവിരലൊക്കെ ഇങ്ങനെ അപ്പൊ എനിക്ക് ഭയങ്കര എന്താ പറയാ വല്ലാത്തൊരു അത്ഭുതം. കാരണം അപ്പൊ പാട്ട് ഒരു മരുന്ന് തന്നെ കേട്ടോ. തീർച്ചയായിട്ടും അത് അങ്ങനെ ആവാനും കാരണം ആ ഉമ്മാന്റെ അടുത്ത് അങ്ങനെ വരുന്നത് വരെ അതിന് റേഡിയോ ഉണ്ടായിരുന്നു. റേഡിയോ കേട്ട് കിടക്കണ ഒരു ഉമ്മയായിരുന്നു. അപ്പൊ ഇങ്ങനെ ആയപ്പോ അത് അഭിനബി മുത്തിന്റെ മണവാട്ടി ബിവി ആയിഷ പൂവെന്ന പെൺകുട്ടി. അഭിനബി മുത്തിന്റെ മണവാട്ടി ബിവി ആയിഷ പൂവെന്ന പെൺകുട്ടി. മശരിക്കും മൗരിബും കൈകൂട്ടി സർവ മഹലൂക്കിൻ കരളന്ന് തുടികൊട്ടി. മശരിക്കും മൗരിബും കൈകൂട്ടി സർവ മഹലൂക്കിൻ കരളന്ന് തുടികൊട്ടി. അഭിനബി മുത്തിന്റെ മണവാട്ടി ബിവി ആയിഷ പൂവെന്ന പെൺകുട്ടി. പണ്ഡിതയും പരമോന്നതയും പരിശുദ്ധത പൂത്തൊരു പുണ്യവതി. ഞാനെന്ന ബേസിന്റെ നീലിമയിൽ വെള്ളിത്താരമായി ശോഭിച്ച ജ്ഞാനവതി. വാണ ഖലീഫകൾ തേടി നസീഹത്തിനായവർ പ്രാപിച്ച മകൾ ഭവതി. അഭിനബി മുത്തിന്റെ മണവാട്ടി ബിവി ആയിഷ പൂവെന്ന പെൺകുട്ടി. ഈ പാട്ട് പാടുമ്പോഴാണ് ശരിക്കും നിങ്ങളെ ഫുള്ളിട് വരുന്നത് അല്ലേ? ഇത് സ്വന്തം പേരിൽ ബ്രാൻഡ് ചെയ്യപ്പെട്ട പാട്ടാണ്. പിന്നെ ചേച്ചിയെ കൂടെ ഞാൻ കുറെ കേട്ടിട്ടുണ്ട്, ചേച്ചിയെ ഒരു തൊടാനും പിടിക്കാനൊക്കെ ആരാധകർ ഇങ്ങനെ തിക്കും തിരക്കായിരുന്നു. ആ സംഗതിയൊക്കെ എന്തായിരുന്നു? അതൊക്കെ കാര്യം തന്നെയാണ്, സത്യമാണ്. എത്ര വയസ്സിലായിരിക്കും അത് ഞാൻ 8ാം ക്ലാസ് പഠിക്കുമ്പോഴാണ്. ഈ പാട്ട് ഇറങ്ങുന്ന സമയത്താണോ? അതൊക്കെ ഇറങ്ങിയതിന് ശേഷം തന്നെയാണ്. ഓക്കെ, അതൊന്ന് പറയാൻ പറ്റുമോ? എങ്ങനെയൊക്കെയാ ചേച്ചിക്ക് എന്ത് ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടായിരുന്നു? ഇപ്പത്തെ കാലത്ത് അത് ആവശ്യമാണ്. അന്ന് എങ്ങനെയായിരുന്നു? അന്നത്തെ കാലഘട്ടം അങ്ങനെ ബുദ്ധിമുട്ടില്ല, സന്തോഷാണ്. കാരണം നമ്മളിങ്ങനെ എത്തിപ്പെടുമ്പോ നമ്മളെ പാട്ട് ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും. പിന്നെ സംസാരവും ഒന്ന് തൊടാൻ വരലും നമ്മളതിന് നിന്ന് കൊടുക്കും. കാരണം എനിക്കിഷ്ടാണ്. കാരണം കുട്ടികളും വലിയവരൊക്കെ എല്ലാരും അതിന് പ്രായമൊന്നുമില്ല, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം. ഇപ്പോഴേ ചോദിക്കലുണ്ടല്ലോ, ഞാൻ എവിടെയെങ്കിലും മാസ്ക് ഞാൻ പഠിത്തം ഒഴിവാക്കിയിട്ടുള്ളൂ. മാസ്ക് ഇട്ട് പോയാലും ഓരോ വീട്ടിൽ നിന്ന് എന്നോട് ചോദിക്കും, ഇങ്ങനെ മാസ്ക് ഇട്ടിട്ട് തന്നെ ഇത് ജയഭാരതി ചേച്ചിയല്ലേ, ഭാരതി ചേച്ചിയല്ലേ വയ്ക്കും. അറിയാത്ത ഓരോ താത്തമാരൊക്കെ ഒക്കെ നമുക്കൊരു സന്തോഷല്ലേ. അതുപോലെ തന്നെ ചേച്ചി ഇപ്പൊ റമദാൻ മാസത്തിൽ നോമ്പ് നോൽക്കുന്നു, അതിനൊക്കെ സംഗതി നോറ്റിരുന്നു. ഈ മാസം നോറ്റുണ്ടോ? ഇല്ലല്ല, എനിക്ക് മരുന്ന് കഴിക്കാനുള്ളത് കൊണ്ട് ഞാൻ നമുക്ക് ഉള്ളിലുള്ള അസുഖങ്ങളല്ലേ, അപ്പൊ എന്താന്ന് നിർത്താൻ പറ്റൂലെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ഗുളിക ഒരിക്കലും ഇല്ല. നോറ്റിരുന്നു. നെയ്യത്ത് എന്റെ കൂടെ പിന്നെ ഉണ്ടായിരുന്നൊരു എന്താ ഖൈറുന്നീസ, ഇവിടെ ഉള്ളതെല്ലാം കൂട്ടാലിങ്ങില്. അന്ന് ഞങ്ങൾ വാടകയ്ക്ക് അവിടെ നിന്നിരുന്ന അന്നത്തെ കാലത്ത്. പിന്നെ അവള് പറഞ്ഞത് ഞാൻ ഡയറിയിൽ എഴുതി വെച്ച്, എന്നിട്ട് ഞാൻ ആ ഡയറി ഒരു ഭാഗത്ത് വെച്ചിട്ട് അതിൽ നോക്കി പറയും. ഒന്നും ഞങ്ങളെ ഉമ്മ ഉണ്ടായിരുന്നു, ഉമ്മ കാണിച്ചു തരും.
ഞാൻ താമസിക്കണേ കൊണ്ടോട്ടി ആസ്പത്രിൻ്റെ അപ്പുറത്തേന്ന് വടക്കേംകുളം എന്നറിയും. അവിടെ ഞങ്ങൾക്കൊരു ഉമ്മയും പിന്നെ കാക്കമാരൊക്കെ ഉള്ള ഒരു സമൂഹത്തിൽ ഞാൻ വളർന്നത്. അപ്പോൾ ഉമ്മ ഒന്നുണ്ടാക്കാൻ വരുമ്പോൾ കിണറിൻ്റെ എത്തി വരുമ്പോൾ ഞാനും മരുത്തി ഓടിച്ചെല്ലു. എൻ്റെ ഉമ്മ ഇങ്ങനെ കാണിച്ചു തരും എനിക്കതൊക്കെ. ആ അന്നത്തെ കാലം. അത് ഉമ്മാന്റെ മോനെ കൊണ്ട് ഉമ്മ അറിയാം, എൻ്റെ കുഞ്ഞാപ്പൂനെ കൊണ്ട് അന്ന് ഞാൻ കെട്ടിക്കുന്ന അറിയാം. അന്ന് അമ്മക്ക് അത്ര അറിയില്ലല്ലോ, കുട്ടികളല്ലേ. അപ്പൊ ഭാരതി ചേച്ചി കുറെ കല്യാണ വീടുകളിൽ പോയിട്ട് കുറെ പാട്ടൊക്കെ പാടിയിട്ടില്ലേ? അവിടുന്ന് ഏറ്റവും കൂടുതൽ ചേച്ചി പാടുന്ന പാട്ട് ഏതൊക്കെ? അവിടുന്ന് ഇഷ്ടംപോലെ കല്യാണ പാട്ട് പാടും. അന്ന് പുതിയാപ്പിള വരുന്നത്, പുതിയാപ്പിള പോണത്, പുതിയാപ്പിള ഇറങ്ങണത്, ഒരുങ്ങി നിൽക്കണത്, അങ്ങനത്തെ പാട്ടുകളൊക്കെയാണ്. എന്നിട്ട് അവരെ പേരും പെണ്ണിന്റെ പേരും വെച്ച് പാടുന്ന പാട്ടുകളാ. എന്നാലും എനിക്ക് കേസിന്റെ ടീമിലുള്ളൊരു പാട്ടുണ്ട്. പഞ്ചവർണ്ണ പൈങ്കിളി പുതുനാരി കൊഞ്ചും മണിക്കുയിൽ അലങ്കാരി, പഞ്ചവർണ്ണ പൈങ്കിളി പുതുനാരി കൊഞ്ചും മണിക്കുയിൽ അലങ്കാരി, മണിയാറ് തന്നിൽ മാരന്റെ കണ്ണിൽ മയിലാടുമോ മന പുഞ്ചിരിക്കാരി, പഞ്ചവർണ്ണ പൈങ്കിളി പുതുനാരി കൊഞ്ചും മണിക്കുയിൽ